നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 14/4/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില അങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ്. ലോട്ട് മാത്രം ഒരു രൂപ കൂടി, ബാക്കിയെല്ലാം അങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി റബ്ബർ വില വിശദമായി നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227, ISNA 20 199, ലാറ്റക്സ് 60 ഡിയാസിയുള്ള 158 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 220, ലോട്ട് കിലോ 197 രൂപ മുതൽ 200 രൂപ വരെ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 147, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 110 രൂപ 25 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 219, RSS 5 കിലോ 216. ഇനി കർണാടക വില നോക്കുമ്പോൾ കർണാടക വില RSS 3 226 50 പൈസ, RSS 4 കിലോ 226, ISNA 20 ഇല്ല, RSS 5 220, ലോട്ട് 199. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 140 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 208. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 10,040, 30% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 12,480, 35% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 14,560, 40% DRCയുള്ള 200 ലിറ്റർ 16,640. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ RSS 4 കിലോ 223, RSS 5 കിലോ 219, ISNA 20 194 രൂപ 50 പൈസ മുതൽ 195 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 128 മുതൽ 140 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇപ്പോൾ ചൂട് കനക്കുകയാണ്. റബ്ബർ മരങ്ങൾ വളരെ സുരക്ഷിതമായി വെക്കുക. കാര്യം ചുറ്റുപാടുമുള്ള കരിയിലകളൊക്കെ മാറ്റിയിടാൻ ശ്രമിക്കുക. കാര്യം തീ വെല്ലം വന്നാൽ റബ്ബർ മരങ്ങൾ അതിൻ്റെ പട്ട കത്തി നശിക്കുവാൻ സാധ്യതയുണ്ട്. രാവിലത്തെ കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 13,975, ഒരു പവന് 1,11,800. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,246, ഒരു പവന് 1,21,968. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,434, ഒരു പവൻ 91,472. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപ, ഒരു പവൻ്റെ മുകളിൽ 280 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 390, കച്ചവല ഉണങ്ങിയത് 500, കൊപ്ര എടുത്തപടി 157, കാഞ്ഞിരക്കുരു 1,880, കാപ്പിക്കുരു 35,000, പൈനാപ്പിൾ പച്ച 30, പഴം 33, ഗ്രാമ്പു 795, നാടൻ ഗ്രാമ്പു 910, പിണ്ണാക്ക് എക്സ്പെല്ലർ 38, ടോട്ടറി 41, കുരുമുളക് 6 കിലോ 726, കുരുമുളക് അൺകാർബിൾ കിലോ 706, കുരുമുളക് പുതിയത് 696, ചേട്ടൻ 680, കുരുമുളക് വയനാടൻ 690, നാടൻ 680, അടയ്ക്ക പുതിയത് 390, അടയ്ക്ക പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സേലം 150, നെല്ല് കിൻഡൽ 2,500. ഇന്ന് വിഷുദിനം ഏപ്രിൽ 14. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെ ഉത്സവമാണ് വിഷു എന്ന് പറയാം. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്ന് പറയാം. അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ച് ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു. വിഷുഫലം എന്നാണ് ഇതിനെ പറയുന്നത്. വിഷുകണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വിഷു ആഘോഷിക്കാറുണ്ട്. ഈ വിഷുദിനത്തിൽ കടുത്ത ചൂടിലാണ് നാം ഏവരും. പാലക്കാട് 40 മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ചൂട് കൂടുമെന്നാണ് പറയപ്പെടുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടുന്ന വളരെയധികം നന്ദി.